ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണീയം. ദശകം 26. ഗജേന്ദ്രമോക്ഷം. പാണ്ഡ്യരാജൻ ഇന്ദ്രദ്യുമ്നൻ പർവതമലയത്തിൽ പൂജക്കിടെ ധ്യാനനിരതാനായി ഇരിക്കേ ആദീരി സൽക്കാരം തേടി അവിടേക്കു വന്നു ചേർന്ന് അഗസ്ത്യനം മാമുനിയെ കണ്ടതുമില്ല. അനാദരമെന്നു തോന്നി അഗസ്ത്യനും കോപിഷ്ടനായി ആനയായി മാറിയിടട്ടെ എന്നു ശപിച്ചു. ഭഗവത് സ്മരണയുള്ളിൽ പ്രകാശിക്കും ഇന്ദ്രദ്യുമ്നൻ ഗജരൂപം പൂകിയിട്ടും ധന്യധന്യനായി ആനകൾക്കും രാജാവായി ഗജേന്ദ്രനായി മാറി രാജൻ. പിടിയാനകൾക്കുമൊപ്പം വിഹരിക്കവേ ശരീരശക്തിയാൽ സർവജന്തുക്കൾക്കും രാജനായി. ഭക്തജനത്തിനെന്നും ഉന്നതിയല്ലോ. പാലാഴിക്കു നടുക്കുള്ള ത്രികൂടപർവതദേശേ പലവിധ ക്രീഡ ചെയ്തു കഴിഞ്ഞൊരാന പാലാഴിനാഥൻ തന്നൂടെ പ്രേരണയാൽ തമരതൻ പൊയ്കയിലിറങ്ങി പല കളി തുടങ്ങി. ദേവലശാപത്താൽ ഹൂഹു എന്ന ഗന്ധർവനോ ഒരു മുതലയായി തടാകത്തിൽ കഴിഞ്ഞിരുന്നു. ഗജരാജനെ പീഡിച്ചു മുതലയും ഭഗവാനെ. ഭക്തജനത്തിനു ശാന്തി നൽകുന്ന ദേവാം ഭവത് ഭക്തി മഹത്വത്താൽ എതിർത്തു സഹസ്രവർഷം ഭക്തനാകും ഗജേന്ദ്രനോ അവസാനത്തിൽ. ഭഗവത് പാദത്തിൻ ഏകാഗ്രത സിദ്ധി കൈവന്നപ്പോൾ മുതലയ്ക്കു കീഴടങ്ങി ഭവതിച്ഛയാൽ. പരമാത്മാവാകും ദേവാ പൂർവജന്മസ്മരണയാൽ താമരപ്പൂവുകൾ കൊണ്ടു അർച്ചിച്ചു ഗജം. നിർഗുണ ബ്രഹ്മരൂപത്തെ ആരാധിച്ചു ഗജേന്ദ്രനും ഉത്തമമം ശ്ലോകങ്ങളാൽ ഏറെ ഭക്തിയാൽ. സ്തോത്രം കേട്ടു ബ്രഹ്മാദികൾ തങ്ങളെയല്ലെന്നു കണ്ടു ഗജേന്ദ്രന്റെ അടുത്തേക്കു പോയതുമില്ല. സർവാത്മാവം ഭഗവാനു ദയാസാഗര വേഗത്തിൽ ഗരുഡാധിരൂഢനായി അവതരിച്ചു. ഗജേന്ദ്രനെ തൃക്കൈ കൊണ്ടു ഉയർത്തിനാൻ ഭഗവാനും. ചക്രം കൊണ്ടു മുതലയെ വധിച്ചുവല്ലോ. ശാപമോക്ഷം നേടി ഹൂഹു ആനയ്ക്കു ലഭിച്ചുവല്ലോ. ഭഗവത് സമാനമായ ദിവ്യസ്വരൂപം. ഈ കഥയെ പ്രഭാതത്തിൽ സ്മരിക്കുന്ന മനുഷ്യനു ശ്രേയസ്സേറ്റം എന്നു ഭവാൻ അരുളി ചെയ്തു. ഇരുവരും സ്വസ്ഥാനമം വൈകുണ്ഠത്തിലേക്കു പോയി. ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചിടേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.